ഇന്ന് ഞങ്ങളുടെ അതിഥി എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി എന്ന സ്വപ്നവുമായി പ്രവാസികളുടെ സ്വപ്നഭൂമിയായ UAE-യിലെത്തുകയും കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് വിജയത്തിലേക്ക് എത്തിയ ഒരു നല്ല ബിസിനസ്സുകാരനായ അൽ കൽബാവി എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഷിബു മഞ്ഞമേൽക്കുടിയിൽ. മഞ്ഞമേൽക്കുടിയിൽ മധ്യ കേരളത്തിൻ്റെ അതിപുരാതനമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. പാരമ്പര്യമായിട്ട് ബിസിനസ് കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതും ആ ഒരു അറിവ് പിൽക്കാലത്ത് ഒരു നല്ലൊരു ബിസിനസ്സുകാരനായി മാറുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ഒരു ചാർട്ടേഡ് എഞ്ചിനീയറിംഗ് കൂടിയാണ്. അദ്ദേഹത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. പെരുമ്പാവൂരിലെ വളരെ പ്രശസ്തമായ അതിപുരാതനമായ ഒരു കുടുംബമാണ് മഞ്ഞമേൽക്കുടിയിൽ. അവിടെയാണ് ജനനം. അതെ. ആ ഒരു ബാല്യകാലം എങ്ങനെയായിരുന്നു? ബാല്യകാലം ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് കോട്ടപ്പടി എന്ന് പറയുന്ന പെരുമ്പാവൂരിനും കോതമംഗലത്തിനിടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് എൻ്റെ സ്കൂൾ ജീവിതം. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് വേണ്ടി സ്കൂളിലാണ് പഠിച്ചത്. കോതമംഗലം മാർ ഏലിയാസ് ഹൈസ്കൂളിലായിരുന്നു. അതിനുശേഷം പ്രീ ഡിഗ്രി SB കോളേജ് ചങ്ങനാശ്ശേരി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം കോതമംഗലത്ത് തന്നെയുള്ള മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് എൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത്. പൊതുവേ പെരുമ്പാവൂരെ സംബന്ധിച്ചിടത്തോളം ഒരു കർഷകരുടെ ഒരു പ്രദേശമാണ്, കൂടുതൽ കർഷകർ ഉള്ള പ്രദേശം. ആ ഗ്രാമത്തിൻ്റെ ഒരു നമുക്ക് ഒരു ജന്മദേശമുണ്ട് സർ. നമ്മുടെ ബാല്യകാലം ആണ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത്. കാരണം അവിടുത്തെ ജന്മദേശം, നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ച സ്ഥലം സ്വാധീനിച്ചിട്ടുണ്ട്? തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയമാണ് നമ്മുടെ ബാല്യകാലം. നമ്മുടെ ബാല്യകാലത്ത് നമ്മൾ പഠിക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ അങ്ങേറ്റം വരെ വളരെ സഹായിക്കാറുണ്ട്. അതുപോലെ ആ ഗ്രാമത്തിൻ്റെ നൈർമല്യവും ആത്മാർത്ഥതയും ആ സൗന്ദര്യവും എല്ലാം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു ബിസിനസ് കുടുംബത്തിലാണ് സാർ. ഫാദർ വന്ന് ബിസിനസ്സുകാരനായിരുന്നു, അമ്മയും ഹൗസ് വൈഫായിരുന്നു അല്ലേ? എത്രത്തോളമാണ്? കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവും. സാർ എത്രാമത്തെ മകനായിരുന്നു? ഞാൻ മൂത്ത മകനാണ്. മൂത്ത മകൻ. അതിന് താഴെ എൻ്റെ അനിയൻ ഓർത്തോഡോണ്ടിസ്റ്റാണ്. അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വിനായക മിഷൻ്റെ ഡെൻ്റൽ കോളേജിൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. പിന്നെ ഉള്ളൊരു സിസ്റ്ററാണ്. സിസ്റ്റർ ന്യൂയോർക്കിൽ, അമേരിക്കയിലാണ്. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ പിതാവിൽ നിന്നൊരു ബിസിനസ് എന്ന ഒരു ആശയം മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഉണ്ടായിരുന്നു. ഫാദറിൻ്റെ ബിസിനസ്സിൽ കുറച്ചുകൂടി മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുന്നതിൽ വളരെ സൗമ്യഭാവനായിരുന്നു. അതുപോലെ തന്നെ വളരെ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് ഉള്ള ഒരു ആഗ്രഹമുള്ള ആളായിരുന്നു പിതാവ്. അതെ. പിതാവിൻ്റെ പേര് കുഞ്ഞപ്പൻ. അമ്മയുടെ പേര് മേരി. എന്ത് ബിസിനസ്സായിരുന്നു അപ്പന്? അവിടെ സ്റ്റേഷനറി അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ കൃഷിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ചെറുപ്പം മുതൽ, ബാല്യകാലം മുതൽ സാറ് പറഞ്ഞതുപോലെ സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്ന പിതാവിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. അത് ഏതൊരു ബിസിനസ്സിനെയും, കാരണം നമ്മളിപ്പോൾ സാറിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്റ്റേഷനറി അല്ലെങ്കിൽ ഒരു കൃഷി അഗ്രികൾച്ചർ ബിസിനസ്സിൽ നിന്ന് കടന്നു വന്ന ഒരു പിതാവിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. തീർച്ചയായും. എന്തൊക്കെയായിരുന്നു? അതായത് നമ്മൾ മറ്റുള്ളവരെ ഇടപഴകുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണെന്ന് ഉള്ള രീതിയിൽ വേണം നമ്മൾ ഓരോ ബിസിനസ്സും ചെയ്യാനായിട്ട്. ഒരു സർവീസ്. അപ്പോൾ അതിൽ നമ്മളുടെ ലാഭം നമുക്ക് എടുക്കുകയും ചെയ്യണം. എന്നാൽ മറ്റുള്ളവരുടെ അവർക്ക് പ്രാപ്യമായ രീതിയിൽ തന്നെ നമ്മുടെ ബിസിനസ് കൊണ്ടുകൊടുക്കുകയും ചെയ്യണം. പിൽക്കാലത്ത് ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ഇത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിലാണ്. അതെ. വളരെ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ. അപ്പോൾ അത് നമ്മൾ സത്യസന്ധമായ വിശ്വാസത്തോടു കൂടിയുള്ള ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന് പൂർണ്ണ വിജയം ഉണ്ടാവുമെന്ന്. അതെ, പൂർണ്ണ വിജയം എന്ന് പറയുമ്പോൾ അത് വളരെ ക്വിക്കായിട്ട് കിട്ടിയെന്നിരിക്കില്ല, അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷേ ഒരു പെർമനന്റ് ആയിരിക്കും, നമുക്കത് ലോങ് ടൈമിൽ വളരെ ഗുണം ചെയ്യും. പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സാറ് നേരെ വരുന്നത്? ഞാൻ അത് കഴിഞ്ഞ് നേരെ വന്നത് സൗദി അറേബ്യയിലാണ്. അവിടെ ദമ്മാമിൽ 2 കൊല്ലത്തോളം ഉണ്ടായിരുന്നു.
അപ്പോൾ അതിനിടയ്ക്ക് നാട്ടിലും അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോയി ഒരു 5 കൊല്ലം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റൽ. അവിടുത്തെ ഒരു 5 കൊല്ലം അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ വർക്കിലായിരുന്നു. അവിടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിട്ട് 5 കൊല്ലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞാണ് തിരിച്ച് ഒമാനിലേക്ക് വീണ്ടും പ്രവാസി ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ ചെന്ന സമയത്ത് വിവാഹം കഴിഞ്ഞതുകൊണ്ട് നാട്ടിൽ അങ്ങനെ ഒരു വിവാഹം കഴിച്ചിരിക്കുന്നത് കരിമകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. തണ്ണാങ്കുഴിൽ കുടുംബത്തിൽ മഞ്ജു എന്ന എഞ്ചിനീയർ തന്നെയാണ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ് വൈഫ്. ഒമാനിൽ പോകുമ്പോഴാണ് വിവാഹം കഴിക്കുന്നത്? അല്ല, സൗദി അറേബ്യയിൽ നിന്ന് പോയിട്ടാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് അവിടെ 5 കൊല്ലം വർക്ക് ചെയ്തു എറണാകുളത്ത്. അത് കഴിഞ്ഞാണ് നമ്മൾ മസ്കറ്റിലേക്ക് പോകുന്നത്. അവിടെ ഒരു 5 കൊല്ലം ഉണ്ടായിരുന്നു. അവിടെ ജോലിയായിരുന്നു. അവിടെ ജോലിയായിരുന്നു. അവിടെ കെഹ്ലാൻ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടിംഗ് കമ്പനിയിലായിരുന്നു പ്രോജക്ട് മാനേജറായിട്ട് 5 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. വൈഫ് അവിടെ മിനിസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എങ്ങനെയാണ് സാർ ഈ ഫുജിറ എന്ന സ്ഥലം ചൂസ് ചെയ്യാൻ കാരണം UAE സംബന്ധിച്ചിടത്തോളം ദുബായ്, അങ്ങനെ ഷാർജ, അബുദാബി പോലെയുള്ള വലിയ എമിറേറ്റ്സ് കിടക്കുമ്പോൾ വളരെ ഒരു മനോഹരമായ മലകൾ കൊണ്ട് വരുന്ന വഴിക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞു മനോഹരമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുജിറ എന്ന് പറയുന്ന ഏറ്റവും ചെറിയൊരു എമിറേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, അതിൽ കുറച്ച് എൻ്റെ ബാല്യകാലവും നമ്മളുടെ ഒരു ജീവിത ഔട്ട്ലുക്കും ഇതിനെ ബാധിച്ചിട്ടുണ്ട്. കാരണം മസ്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലം വളരെ ഒരു ഗ്രാമീണമായ ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ ഈ ഫുജിറയും അതേപോലെ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്. എന്തോ എനിക്ക് ടൗണിലെ ദുബായ് പോലെയുള്ള ഒരു ബിസി ലൈഫ് അത്ര അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ബിസി ലൈഫ് നല്ലതാണ്, പക്ഷേ സ്ഥിരമായി സ്ഥായിയായി ഒരു ബിസി ലൈഫിൻ്റെ ആ ഒരു ടെൻഷനിൽപ്പെട്ട് ജീവിക്കുന്നതിനോട് വലിയ താല്പര്യം തോന്നി. അങ്ങനെയാണ് ഫുജിറ ചൂസ് ചെയ്യുന്നത്. അതെ, 2004 അൽ കൽബാവി എന്ന് പറയുന്നത്. അതെ, കൽബ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതെ അതെ, നമ്മളുടെ സ്പോൺസർ കൽബ എന്ന ഭാഗത്തുനിന്നുള്ള ആളാണ്. അതുകൊണ്ട് സ്ഥാപനത്തിൻ്റെ പേര് അൽ കൽബാവി എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമായി. അതിന് കൽബയിലും ഓഫീസുണ്ട്. അത് ഷാർജയുടെ കീഴിലാണ്. അപ്പോൾ അങ്ങനെ ഷാർജയും ഫുജിറയും ഉൾപ്പെടുന്ന ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഈ ടോട്ടൽ റീജിയണിലേക്ക് നമുക്ക് എല്ലാവിധ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സർവീസും കൊടുക്കാൻ സൗകര്യപ്രദമായ രീതിയിലാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും എന്തൊക്കെ ആക്ടിവിറ്റീസാണ് സാർ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി? നമുക്ക് ഏതൊക്കെ കമ്പനികൾക്ക് സർവീസ് ഓറിയൻറ്റഡ് ആണ്? അതെ, ഇത് സർവീസ് ഓറിയൻറ്റഡ് ആണ്. നമ്മളുടെ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എല്ലാ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും ഒരു കൺസൾട്ടൻസിൻ്റെ കീഴിൽ ഡ്രോയിങ്സ് അപ്രൂവ് എടുക്കുകയും മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ അതിന് വേണ്ട ഡ്രോയിങ് സബ്മിഷൻ അപ്രൂവൽ നടത്തി സൂപ്പർവിഷൻ നടത്തുകയും ചെയ്താലാണ് ഇവിടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടത്താൻ പാടുള്ളൂ. സോ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ ഉപയോഗം വരുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ടും പോർട്ട് ഓഫ് ഫുജിറ, എയർപോർട്ട്, ഫ്രീ സോൺ, VTTI ഇൻ്റർനാഷണൽ, ഒപ്പാക്, നാഷണൽ ബാങ്ക് ഓഫ് ഫുജിറ, അങ്ങനെ ഷെയ്ഖ് സദ് ഹൗസിംഗ് പ്രോഗ്രാം, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ്. തീർച്ചയായും പ്രത്യേകിച്ച് നമ്മൾ മറ്റു രാജ്യത്തേക്ക് വരുമ്പോൾ ഒരു മൾട്ടി ഇൻ്റർനാഷണൽ കമ്പനികളുമായിട്ടായിരിക്കാം ചിലപ്പോൾ ഏറ്റുമുട്ടേണ്ടി വരും. അവിടെ എന്തൊക്കെയാണ് നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? മൾട്ടി നാഷണൽ കമ്പനികൾക്ക് അതിൻ്റേതായ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എക്സ്പെൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു പുതിയ സംരംഭമായിട്ട് വരുമ്പോൾ നമ്മൾ പരമാവധി കോസ്റ്റ് സേവിങ് മെത്തേഡ്സ് ഉപയോഗിച്ച് പരമാവധി കോമ്പറ്റേറ്റീവ് പ്രൈസസ് കൊടുക്കുമ്പോൾ സാധാരണ ക്ലയൻസ് അതിനെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. കാരണം നമ്മളെ ക്വാളിറ്റിയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസും. അതെ, അതാണ് തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ അവർക്ക് നമ്മളുടെ ക്വാളിറ്റിയിലും നമ്മുടെ എക്സ്പീരിയൻസിലും ഡൗട്ട് ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറേ പ്രോസസ് ചെയ്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ നമ്മളോട് കൂടെ എല്ലാ കാര്യങ്ങളിലും വളരെ കോപ്പറേറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. 2004 തുടങ്ങിയ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഉണ്ട്. ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നിന്ന് കമ്പനിക്ക് ഒരു പ്രൊഫൈലുണ്ട്. 2014 എത്തി നിൽക്കും. ഈ തുടക്കത്തിൽ അത് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു? കാരണം എത്ര എംപ്ലോയീസ് ആയിരുന്നു? അതെ, തുടക്കത്തിൽ ഞങ്ങൾ 2 പേരെ കൊണ്ട് മാത്രമാണ്, ഞാനും വേറൊരു എംപ്ലോയി മാത്രമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു എഞ്ചിനീയറെ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്താണ് നമ്മൾ ഓരോ സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളൊരു സ്ലോ പ്രോഗ്രസ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ബർഡൻ ഉണ്ടായിരുന്നില്ല.
അങ്ങനെ കൊണ്ട് നമുക്കിപ്പോൾ ഒരു നല്ല ലെവലിൽ എത്താൻ പറ്റി. ഇപ്പോഴും നമ്മൾ ഹൈസ്റ്റ് ലെവലിലേക്ക് കോണ്ടം വർക്കിൽ എത്തിയിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റ് മാർജിനിൽ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. കാരണം നമുക്ക് അതേപോലെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അത്ര കോമ്പറ്റീറ്റീവ് ആവണം. ആ ഒരു സ്റ്റേജിലേക്ക് എങ്കിലും ഇപ്പോൾ പഴയ ഗവൺമെൻറ് വർക്കുകളും കിട്ടുന്നുണ്ട്. അടുത്ത ഈ വ്യാഴാഴ്ച ഒരു നാഷണൽ ബാങ്ക് ഓഫ് ഫുജിറയുടെ ഒരു മെയിൻ ബിൽഡിങ് കൊട്ടാറ്റ് സൈൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേ വർക്കുകൾ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഒരു വ്യത്യസ്തമായ മറ്റു പ്രവാസികളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടിയ ഒരു വ്യത്യസ്തത എനിക്ക് തോന്നുന്നു. ഏറ്റവും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തിലാണ് ആദ്യം പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ നിന്നും കുറച്ചും കൂടെ കുറഞ്ഞത്, പിന്നെ വളരെ ഫ്രീഡമായിട്ടുള്ള ഒരു രാജ്യത്ത്. അപ്പോൾ ഈ 3 വേരിയേഷനെയും എങ്ങനെ കാണുന്നു? അല്ല, അത് വളരെ ഡെവലപ്മെൻറ്റിൽ തന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു വളരെ യുവത്വം, വളരെ രക്തം തിളച്ചിരിക്കുന്ന സമയങ്ങളിൽ സൗദി അറേബ്യ കൊണ്ടുപോയി 2 കൊല്ലം എടുത്താൽ അവിടുത്തെ ആ ലൈഫിൽ, അവിടുത്തെ ആ റെസ്ട്രിക്ഷനിൽ ജീവിച്ച് ആളൊന്നും ഭയപ്പെടും. ഈ 20 വർഷ പ്രവാസ ജീവിതത്തിൽ നിന്ന് ഏറ്റവും മനസ്സിലാക്കിയ പാഠം എന്താണ്? നമ്മൾ ഇവിടെ എത്ര കാലം ജീവിച്ചാലും നമ്മൾ പ്രവാസികളാണ്. അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് എന്തെങ്കിലും എത്തിപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ നാട്ടുകാരായിട്ടുള്ള ബന്ധവും നാട്ടിലെ മാതാപിതാക്കളും മറ്റ് സഹോദരങ്ങളും ബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങളും എപ്പോഴും സൂക്ഷിക്കാൻ പറ്റിയാൽ നമുക്ക് ഭാവിയിലും അതൊരു മുതൽക്കൂട്ടാവും. ഇല്ലെങ്കിൽ നമ്മളിപ്പം ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി തിരിച്ച് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അന്യരായി പോകും. കുടുംബത്തിൻ്റെ വലിയൊരു സപ്പോർട്ടും. ബേസിക്കലി വൈഫ് ഒരു എഞ്ചിനീയറാണ്. അതെ അതെ. അപ്പോൾ ബിസിനസ്സിൽ ഒരു എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും എത്രത്തോളം നമുക്ക് സഹായകരമായിട്ട് വന്നിട്ടുണ്ട്? നമുക്ക് അതായത് ഫാമിലിയിൽ നിന്ന് നമ്മുടെ മെയിനായിട്ട് സപ്പോർട്ട് വേണ്ടത് നമ്മളുടെ കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളൊരു സൗകര്യവും സാവകാശവും നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പം വൈഫ് വൈകുന്നേരം 5 മണി 6 മണിയാകുമ്പോൾ ഒക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ തിരിച്ച് നമ്മുടെ ലൈഫ് 5 മണിക്ക് രണ്ടാമത് പോയിട്ട് 8:30 ആകുമ്പോൾ തിരിച്ചു വരിക. സോ നമുക്ക് കുറച്ച് സമയമാണ് ഫാമിലിയായിട്ട് ഇടപെടാൻ കിട്ടുന്നാറുള്ളൂ. ആ ഒരു സമയം നമ്മൾ വേണ്ടതിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾക്ക് ഫാമിലിയിൽ നിന്ന് വളരെ സപ്പോർട്ട് കിട്ടുന്നത് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വളരെ സൗകര്യമാണ്. കുട്ടികളൊരു മകളാണ്, ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ 11th ക്ലാസ്സിൽ പഠിക്കുകയാണ്. പേര് മിഷിയ. ഒരു സാമൂഹിക പ്രതിബദ്ധത, നമ്മളൊരു സമൂഹമായി ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അതെ അതെ. എത്രത്തോളമാണോ നമ്മളൊരു വ്യക്തിയിൽ സാമൂഹിക പ്രതിബദ്ധത നിക്ഷിപ്തമായിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് സമൂഹം പലതും തന്ന് നമ്മളെ ഒരു വഴിയിൽ എത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊള്ളണമെന്ന് വളരെ നിർബന്ധമുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നാലേ നമുക്ക് സമൂഹത്തിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ജീവിതം വലിയൊരു യാത്രയാണ്. ഷിബു മഞ്ഞുമേക്കുടിയിൽ എന്നൊരു പ്രവാസ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കും. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു വലിയൊരു യാത്ര. അതെ. ഈ യാത്ര സഫലമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി മുന്നോട്ടുള്ള യാത്ര ഒരുപാട് സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു അഭിമുഖം നൽകിയതിൽ ഒരുപാട് നന്ദി. നമസ്കാരം.